ഹലോ, വീണ്ടും ഒരു സ്നോ ഡേ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ പ്രാവശ്യം അപ്ലോഡ് ചെയ്ത ട്രിനിറ്റി വീഡിയോ അതിനെപ്പറ്റി നല്ല അഭിപ്രായമായിരുന്നു. കുറച്ച് ഫ്രണ്ട്സൊക്കെ പേഴ്സണലി മെസ്സേജൊക്കെ അയച്ച് നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഫ്രണ്ട്സൊക്കെ മെസ്സേജ് അയച്ചു. യൂട്യൂബിൽ വ്യൂസ് കുറവാണ് ആസ് യൂഷ്വൽ. അത് പിന്നെ നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല. യൂട്യൂബിൻ്റെ അൽഗോരിതം വീണ്ടും വീണ്ടും ചതിച്ചുകൊണ്ടിരിക്കുന്നു. എനിവേ, ഇന്നത്തെ വീഡിയോയും ഒരു സ്നോ ഡേ പറ്റിയാണ്. ആക്ച്വലി ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് കുറച്ച് കാലമായി, പക്ഷേ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഇന്നപ്പോൾ അങ്ങ് അപ്ലോഡ് ചെയ്തേക്കാന്ന് കരുതുന്നു. നമ്മളിന്ന് റാൻഡം വാലി എന്ന സ്ഥലത്ത് പോയി അവിടെ ഫ്രീസായി കിടക്കുന്ന ഒരു പോണ്ട് അത് നടന്ന് ക്രോസ് ചെയ്യാണ് ആ മഞ്ഞിൻ്റെ മുകളിലൂടെ. അപ്പം എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല. ലെറ്റ്സ് ഗോ ആൻഡ് ട്രൈ. റാൻഡം വാലി എന്ന് പറഞ്ഞാൽ ഒരുവിധം ഇവിടെ നിന്നും ടൗൺ ഏരിയയിൽ നിന്ന് ഒരു പാലം വഴി കയറി ഇറങ്ങി അപ്പുറത്തേക്ക് പോകണം. ചുറ്റും കടലായിട്ടുള്ള ഒരു ചെറിയ ഐലൻഡ് പോലെ തന്നെ ഒരു സ്ഥലമാണ്. എന്തായാലും നമുക്ക് ചെന്ന് നോക്കാം എങ്ങനെയുണ്ട്, എന്തൊക്കെയാവും, സ്നോ ക്രോസ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. എന്നാലും ലെറ്റ്സ് ഹാവ് എ ട്രൈ. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും ഒരു കമൻറ്റ് കൂടെ ചെയ്യണം. ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. രാവിലെ വന്ന് ചിന്തിക്കുകയായിരുന്നു സ്നോ ഒന്ന് കുറഞ്ഞ ശേഷം ഒരു ഉച്ചയൊക്കെ ആയിട്ട് വണ്ടി എടുത്ത് ഇറങ്ങാമെന്ന്. പക്ഷേ ഉച്ചയായിട്ടും സ്നോ ഒന്നൊരു കുറവുമില്ല. അതുകൊണ്ട് ഇനിയും ഇങ്ങനെ ലേറ്റാക്കി ഇരുന്ന് കൂടുതൽ ഇരുടാവണ്ടെന്ന് കരുതി നമ്മൾ വണ്ടി എടുത്ത് ഇപ്പോൾ തന്നെ അങ്ങ് പോവുകയാണ്. നമ്മളിപ്പോൾ ടൗണിൽ നിന്നൊക്കെ വിട്ട് റാൻഡം ഐലൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബ്രിഡ്ജ് കയറി ഇറങ്ങി വേണം ഐലൻഡിലേക്ക് കയറാൻ. ഐലൻഡ് എന്ന് പറഞ്ഞാൽ തന്നെ അറിയാലോ, എന്താ പറയുക, ഒരു കടൽ വേർതിരിക്കുന്നൊരു സ്ഥലമായിരിക്കും. ഈ ബ്രിഡ്ജിൻ്റെ രണ്ട് സൈഡിലും നോക്കി കാണാം പുഴയിലെ വെള്ളമൊക്കെ ഏകദേശം ഫ്രീസായി തുടങ്ങിയിട്ടുണ്ട്. ഒരു സൈഡിൽ നിന്ന് മെല്ലെ മെല്ലെ ഫ്രീസായി വരുന്നത് ഈ വീഡിയോയിൽ നമുക്ക് കൃത്യമായി കാണാം. പുഴയുടെ നടുവശത്തൊക്കെ ഇപ്പോഴും വെള്ളമുണ്ട്, പക്ഷേ സൈഡിൽ നിന്ന് മെല്ലെ മെല്ലെ ഫ്രീസായി ഇങ്ങോട്ട് വന്നു തുടങ്ങുന്നുണ്ട്. അപ്പം ഒരു 2 വീക്സ് കൂടി കഴിയുമ്പോൾ ഏകദേശം കംപ്ലീറ്റ് ആയിരിക്കും ഫ്രീസിങ്. കാണാനൊക്കെ വളരെ മനോഹരമായ സ്ഥലമാണ്. ജീവിക്കാനും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, അത്യാവശ്യം വീടുകളൊക്കെ ഉണ്ട്. പക്ഷേ ആ ബ്രിഡ്ജ് കടന്നതോടെ മൊബൈലിൻ്റെ റേഞ്ചോടെ കട്ടായി. അപ്പം മുന്നോട്ടേക്കുള്ളത് എന്തൊക്കെയാണ് പ്രതീക്ഷിക്കാനുള്ളതെന്ന് ഓൺലി ഗോഡ് നോസ്.
ഭൂമി അത്യാവശ്യം ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ട് ഇങ്ങനെ പോകുന്നത്. കാരണം ഈ റോഡ് കണ്ടീഷനിൽ ഈ സ്പീഡിൽ ഓടിക്കാനൊന്നും പറ്റില്ല, വളരെ സ്ലോ ആയിട്ട് ഞാൻ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ നിങ്ങൾക്ക് ലേഖടിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഫാസ്റ്റ് ഫോർവേഡ് ആയിട്ട് ഞാൻ ഇതിൽ പ്ലേ ആക്കുകയാണ്. രണ്ടായിരത്തി 2025 കനേഡിയൻ ഇമിഗ്രേഷൻ വളരെ ഡിഫിക്കൽട്ടായി കൊണ്ടിരിക്കുകയാണെങ്കിലും ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ടീച്ചിങ് പ്രൊഫഷനിലൊക്കെയുള്ള ആൾക്കാർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വർക്ക് പെർമിറ്റും PR ഒക്കെ ലഭിക്കുന്നുണ്ട്. അപ്പം ഇനി ആരെങ്കിലും ഇമിഗ്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഹെൽത്ത് കെയർ സെക്ടറിലേക്കോ അല്ലെങ്കിൽ ടീച്ചിങ് പ്രൊഫഷനിലേക്കോ അങ്ങനെ എന്തെങ്കിലും കൂടുതൽ PR ഒക്കെ പെട്ടെന്ന് കിട്ടാനുള്ള ചാൻസ് ഉള്ള പ്രൊഫഷൻസ് സെലക്ട് ചെയ്ത് എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനും തുടർന്ന് അതിൻ്റെ പ്രൊസീജിയേഴ്സ് ചെയ്യാനൊക്കെ ശ്രമിക്കുക. അങ്ങനെ നമ്മുടെ ട്രിപ്പിൻ്റെ ഫസ്റ്റ് സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. ഈ സ്ഥലത്തിൻ്റെ പേരാണ് ലോങ് പോണ്ട് മെമ്മോറിയൽ ട്രെയിൽ. ഇവിടെ ആക്ച്വലി ഈ പോണ്ടിന് ചുറ്റും നടക്കാനുള്ള ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. നമ്മൾ ഈ മുന്നിൽ കാണുന്നത് ഒരു പോണ്ടാണ്. ഇതിപ്പം കംപ്ലീറ്റ്ലി ഫ്രോസണായി ഐസായി കിടക്കുകയാണ്. ഇവിടെ വന്നതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ ഐസിന് മുകളിലൂടെ നടന്ന് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യണം എന്നുള്ളതാണ്. പക്ഷേ ഞാൻ ഒന്ന് രണ്ട് സ്റ്റെപ്പ് വെച്ചപ്പോൾ തന്നെ എനിക്കൊരു എന്താ പറയുക, ഒരു ഉൾഭയം. നമ്മൾ ആദ്യമായി ചെയ്യുന്നുണ്ടായിരിക്കാം. പിന്നെ ഒന്ന് രണ്ട് സ്ഥലത്ത് ചവിട്ടിയപ്പം ഐസ് ചെറുതായിട്ട് താഴേക്ക് താഴ്ന്നു. അപ്പം അതുകൊണ്ട് ഞാൻ അതിന് അറ്റൻഡ് ചെയ്തില്ല. ഇനി വേറൊരു സമയത്ത് കുറച്ചും കൂടി തിക്കായിട്ട് ഐസ് വീണ സമയത്ത് വന്നിട്ട് നമുക്ക് ട്രൈ ചെയ്യാം. ആക്ച്വലി ഇത് ശുദ്ധവെള്ളം, അതായത് സോൾട്ട് വാട്ടർ അല്ലാത്ത സ്ഥലമായതുകൊണ്ടാണ് കംപ്ലീറ്റ്ലി ഫ്രോസൺ ആയിരിക്കുന്നത്. പിന്നെ ഇതിന് ചുറ്റും നോക്കിയാലും എല്ലാം ഐസാണ്. നല്ല അടിപൊളി ഒരു പിക്നിക് സ്പോട്ടാണ്. നമുക്ക് ഇവിടെ വന്ന് ഫുഡ് കഴിക്കാനും അതിന് നമുക്ക് ഫെസിലിറ്റീസ് ഉണ്ട്. ആകെയുള്ളത് അവിടെ അക്കരെ നിന്ന് അക്കരെ എന്നുള്ളൊരു ബോർഡ് മാത്രമേ അവിടെ കണ്ടുള്ളൂ. വേറെ യാതൊരു റെസ്ട്രിക്ഷൻസും ഒന്നുമില്ല.
ലോങ് പോണ്ടിൽ അത്യാവശ്യം കറങ്ങിയതിന് ശേഷം ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് വണ്ടി എടുത്ത് ഈ ഐലൻഡിൻ്റെ ഉള്ളിലേക്ക് വീണ്ടും പോയായിരുന്നു. ആസ് യൂഷ്വൽ കുറച്ച് മഞ്ഞ് വീണിട്ടുണ്ട്, കോസനായ കുറച്ച് ലേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ വീടുകളും അതുമൊക്കെ ഉള്ളൂ. സാധാരണ നമ്മളെല്ലാ വീടുകളിലുള്ള പോലെ കോസൻ ഏരിയാസും റോഡ് സൈഡിൽ മരങ്ങളും എല്ലാം മഞ്ഞിൽ മൂടിക്കിടക്കുന്ന അങ്ങനത്തെ ഒരു നല്ല നല്ല സീനറീസ് ആണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് എല്ലാ വീഡിയോയിലും സെയിം സാധനം കാണിച്ചിട്ട് ബോറടിപ്പിക്കുന്നില്ല. സോ ഇനി ഒന്നുമില്ല, ഈ ജസ്റ്റ് ഈ ഡ്രൈവ് മാത്രമേ ഉള്ളൂ. ഒരു 10-15 മിനിറ്റ് കൂടി ഞങ്ങൾ ഇവിടെ കറങ്ങി പിന്നെ തിരിച്ച് റിട്ടേൺ ടൗണിലേക്ക് തന്നെ ഡ്രൈവ് ചെയ്ത് പോയി. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ലൈക്ക് ബട്ടണും എന്തെങ്കിലും ഒരു കമൻറ്റും ഒക്കെ ഇടാൻ മറക്കരുത്. എന്നാലേ യൂട്യൂബ് നമ്മുടെ വീഡിയോ സർക്കുലേറ്റ് ചെയ്യും. അപ്പോൾ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. സീ യു അഗെയിൻ.